പാലോട് പ്ലാവറ കുന്നുംപുറത്ത് വീട്ടിൽ സുധർമണിയമ്മയും സഹോദരിയും നാളിതുവരെ താമസിച്ചിരുന്ന വീടിന്റെ ജപ്തി ഭീഷണിയിലാണ്. ഭവന നിർമ്മാണത്തിനായി ബാങ്കിൽ നിന്നും എടുത്ത 5 ലക്ഷം രൂപയാണ് ഇപ്പോൾ പലിശയടക്കം 13 ലക്ഷം രൂപയായി കുടിശ്ശികയായത്. ബാങ്കിൽ നിന്നും 5 ദിവസത്തിനുള്ളിൽ ജപ്തി നടപടികൾ സ്വീകരിക്കുമെന്ന അറിയിപ്പ് വന്നതോടെ ഇരുവരും സുമനസുകളുടെ സഹായം തേടുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങോട്ട് ഗ്രാമപഞ്ചായത്തിലെ ആലമ്പാറ 17-ാം വാർഡിലെ മെമ്പറാണ്. ഞാൻ നിൽക്കുന്നത് കുന്നുംപുറം എന്ന ഒരു ചെറിയൊരു കോളനിയിലാണ്. ഈ കോളനിയിലുള്ള 2 അമ്മമാരെ അവസ്ഥ പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ജപ്തി നടക്കുന്ന സാഹചര്യഘട്ടത്തിലാണ് ഈ 2 അമ്മമാർ നിൽക്കുന്നത്. ഇവരെ അവസ്ഥ വീടും കിടപ്പാടവും പോവേണ്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ആ അവസ്ഥയിൽ നിന്ന് കരകയറുവാൻ വേണ്ടി ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരും സഹകരിച്ച് ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാമ്പത്തിക സഹായം നൽകി അവരെ കൈപിടിച്ചുയർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ മാസം 15-ാം തീയതി വരെയാണ് ഇവർക്ക് കാലാവധി കൊടുത്തിരിക്കുന്നത്. കേരള ബാങ്ക് ഇവരെടുത്തത് 5 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ആയിക്കിടക്കുന്നത് 13 ലക്ഷം രൂപയാണ്. അതിനുള്ള നടപടികളുമായിട്ട് കേരള ബാങ്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മാസം 15-ാം തീയതിക്കകത്ത് തന്നെ ഉള്ള പരമാവധി പൈസ അടച്ച് ഇവരെ ഈ വീടും കിടപ്പാടവും പോവാതെ കൈപിടിച്ച് ഉയർത്തണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. എല്ലാവരും സഹായിക്കുക. എൻ്റെ പേര് ശാന്തയാണ്. പിന്നെ എനിക്ക് 71 വയസ്സായി. പഞ്ചായത്തിൽ നിന്നാണ് ഒരു വീടില്ലാതിരുന്ന് നമുക്ക് വീട് കിട്ടിയത്. അത് പൂർത്തിയാക്കാൻ പാങ്ങില്ലാതെ ഒരു ലോൺ എടുത്ത് നമ്മൾ എൻ്റെ നാത്തൂൻ്റെയും വസ്തുക്കൾ 15 സെൻറ്റ് കൊണ്ട് വെച്ചാണ് നമ്മൾ ലോൺ എടുത്തത്. ഇപ്പം അടയ്ക്കാൻ ഒരു നിവർത്തിയുമില്ല. ജപ്തിക്ക് കൊണ്ട് ഒട്ടിക്കാൻ വന്ന് അതൊന്നും ഒന്നും പാങ്ങില്ലാത്തതുകൊണ്ടാണ് എൻ്റെ മോക്ക് ശ്വാസം മുട്ടലാണ്. 10 ദിവസം പോലും ജോലിക്ക് പോകാൻ പറ്റൂല. ഞാൻ ഒരു മില്ലിലാണ് പോയി ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കണം. ഇത് നമുക്ക് ഇത് കടം വീട്ടാനുള്ള ബാധ്യത നമുക്കില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കി കിട്ടണമെന്ന് താഴ്മയായി ഞാൻ പറയുന്നു. ഈ ജപ്തിക്കിന് 15 ദിവസത്തെ അവധി പറഞ്ഞിട്ടാണ് അവർ അളക്കാൻ വന്നിട്ടാണ് അവർ പോയത്. 15 ദിവസത്തെ കാലാവധി പറഞ്ഞ് ഞങ്ങൾ കാല് പിടിക്കും പോലെ പോയി. എൻ്റെ മോള് പോയി കാല് പിടിക്കും പോലെ പോയി പറഞ്ഞാണ് 15 ദിവസത്തെ അവധി തന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്കിത് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് എൻ്റെ മക്കളാണ് ചെന്ന് കരഞ്ഞ് പറഞ്ഞത്. എൻ്റെ 2 പെൺപിള്ളേരെ ദുഃഖം എനിക്ക് കാണാൻ വയ്യ. എനിക്ക് 62 വയസ്സ് കഴിഞ്ഞു. ജപ്തിക്ക് വന്ന് നിൽക്കണോ എന്നുള്ള ഒരു വിഷമത്തിലാണ് ഞങ്ങൾ ഇന്നും കഴിയണത്. ഇനി ആകെ 5 ദിവസം കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് കരകയറ്റി തരണേ.